കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. സർക്കാർ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ ആവശ്യപ്പെട്ടു. പല സ്ഥലത്തു നിന്നും അദ്ദേഹം കടമെടുത്താണ് ഈ വാഴകൃഷി നടത്തിയത്. നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ കടമെടുത്ത് ജപ്തിയിലാകുന്ന കടക്കെണിയിലാകുന്ന അനേകം കർഷകരുടെ ഒരു പ്രതിനിധിയാണ് ഈ ജോസ് എന്ന സഹോദരനും. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, ഇനി ഇതുപോലൊരു ആത്മഹത്യ ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ തക്കവിധം കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് ഈ കർഷകന് വേണ്ട എല്ലാ സഹായവും ഈ കർഷക കുടുംബത്തിന് വേണ്ട താങ്ങായി തണലായി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വളരെ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു താങ്ങായിട്ട് സാമ്പത്തിക സഹായം നൽകണം. അവിടുത്തെ മക്കൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു കൈത്താങ്ങ് നൽകണം. പരേതനായ മനുഷ്യൻ്റെ ഭാര്യയെ ഒരു ജോലി കൊടുത്ത് സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കർഷകരായ ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഗവൺമെന്റിനോട് പാവപ്പെട്ട കർഷകർക്ക് വേണ്ട കർഷക സഹായ പാക്കേജുകൾ ഉടനടി നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. കർഷകർക്കും സാധാരണക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ സത്വര നടപടിക്കായി ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു.